ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റിക്കൽ ടെക് കോച്ച് ചാർട്ടിംഗ് പവേർഡ് ബൈ ഓർഡർ ഫ്ലോ ബേസിക്സിന്റെ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ എല്ലാവരും ചോദിക്കാറുണ്ട്, സാറേ പുതിയ വീഡിയോ എന്ന് വരും എന്നൊക്കെ ചോദിച്ച് പല ആൾക്കാരും മെസ്സേജ് അയക്കാറുണ്ട്, വിളിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. സോ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ പറയുന്നു, പുതിയ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓർഡർ ഫ്ലോയുടെയും സം ബേസിക്സ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റില് പുതിയ വീഡിയോസ് ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത് മുതൽ. സോ അതിന്റെ ആദ്യ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഓർഡർ ഫ്ലോ എല്ലാവരും ചോദിക്കാറുണ്ട്, സാർ എന്താണ് ഓർഡർ ഫ്ലോ? ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള ഒരു പ്ലേലിസ്റ്റ് എന്റെ വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾ ദയവായി അത് കാണുക. അതിൽ കുറേ കാര്യങ്ങൾ ഓർഡർ ഫ്ലോയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഇനി കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഇനി ആഡ് ചെയ്യാൻ ശ്രമിക്കാം. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കായ ഡെൽറ്റ എന്താണ്, അഥവാ എന്താണ് ഡെൽറ്റ ഡൈവേർജൻസ് എന്ന് പറഞ്ഞ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ പൊതുവെ ചുരുക്കി പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ നെറ്റ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നെറ്റ് ഒരു ടോട്ടൽ ബൈ മാർക്കറ്റ് ഓർഡേഴ്സിൽ വരുന്ന ടോട്ടൽ ബൈ മൈനസ് ടോട്ടൽ സെല്ലിനെ പറയുന്ന പേര് ഡെൽറ്റ. സ്വാഭാവികമായും നിങ്ങൾ നോക്കുക ഡെൽറ്റ എന്താണ്? സീരീസ് ഇവിടെ നിങ്ങൾ കാണുന്നു ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഇതിൽ എത്രയാണ് 1.37K ഓളിയൻ നടന്ന സ്ഥാനത്ത് 159 ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താണ്? 159 ലോട്ട്സ് ബൈയിങ് ആണ്. സോ ഈ 100 പ്ലസ് വരുമ്പോൾ നമ്മൾ എന്താ പറയുക, മാർക്കറ്റ് ഓർഡറിൽ ടോട്ടൽ 1000 ക്വാണ്ടിറ്റി നടന്നിട്ടുണ്ടെങ്കിൽ 1000 മൈനസ് 800 എന്ന് പറയുമ്പോൾ 1000 കോടി വാങ്ങുവാനും 800 കോടി വിൽക്കാനുണ്ട്. 1000 വാങ്ങാനും 800 വിൽക്കാനുണ്ടെങ്കിൽ 1000 മൈനസ് 800 എന്ന് പറഞ്ഞ ആ 200 പറയുന്ന പേര് ഡെൽറ്റ. ഇത് പ്ലസ് വരണമെങ്കിൽ നമുക്ക് എന്താണ്, ഈ ഒരു ക്യാൻഡിൽ ബൈയിങ് വന്നു, അല്ല ഇപ്പൊ 500 വാങ്ങാനും 800 വിൽക്കാനും ഉണ്ട്. അപ്പൊ അതിൽ ഡെൽറ്റ മൈനസ് വരും. അങ്ങനെ സമയത്ത് നമ്മൾ എന്ത് പറയും? സെല്ലിംഗ് ക്യാൻഡിൽ എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിൽ നമ്മളൊരു സെല്ലിംഗ് അല്ലെങ്കിൽ ബെയറിഷ് അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽ എങ്ങനെ നിശ്ചയിക്കുന്നതാണ്? ക്യാൻഡിലിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് അപ്പൊ ഓപ്പൺ ചെയ്ത 10 രൂപയ്ക്ക് ക്ലോസ് ചെയ്ത 12 രൂപയ്ക്കാണെങ്കിൽ ആ ക്യാൻഡിൽ നമ്മൾ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്കിൽ പച്ച കളർ ഫോം ചെയ്യും, നമ്മൾ പറയും ബുള്ളിഷ് എന്ന് പറയും. 10 രൂപയ്ക്ക് ഓപ്പൺ ചെയ്ത് 8 രൂപയ്ക്ക് അവസാനിക്കുന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിലെ കളർ എന്തായാലും മാറും, റെഡ് ആയിട്ട് മാറും. നമ്മൾ എന്ത് പറയും? ബെയറിഷ് എന്ന് പറയും. പക്ഷെ ഇവിടെ നമ്മൾ ബുള്ളിഷും ബെയറിഷും എന്ന് പറഞ്ഞ ക്യാൻഡിൽ എങ്ങനെ നിശ്ചയിക്കുന്നുണ്ട്? ഡെൽറ്റയെ വെച്ചാണ് നമ്മളൊരു ക്യാൻഡിലെ ബുള്ളിഷിനെയും ബെയറിഷിനെയും നിശ്ചയിക്കുന്നത്. സോ ഒരു 1000 ക്വാണ്ടിറ്റി വാങ്ങിച്ചു, 800 ക്വാണ്ടിറ്റി വിറ്റു, 200 ക്വാണ്ടിറ്റി. ഡെൽറ്റ എന്ന് പറയുമ്പോൾ ഈ നെറ്റ് മാർക്കറ്റ് ഓർഡറിൽ വന്ന ബൈയും മൈനസ് മാർക്കറ്റ് ഓർഡറിൽ വന്ന സെല്ലിംഗ് സമയത്താണ് 1000 മൈനസ് 800 എന്ന് പറഞ്ഞാൽ 200 എന്ന് പറഞ്ഞ ഫിഗറിന് നമ്മൾ എന്ന് പറയും ഡെൽറ്റ എന്ന് പറയും. ഡെൽറ്റ പ്ലസ് പച്ചയിൽ അല്ലെങ്കിൽ പ്ലസിൽ കാണുന്നുണ്ടെങ്കിൽ ബൈയിങ് ഡോമിനേറ്റ് ആയ പ്രൊഫൈലാണ് മാർക്കറ്റ് എന്ന് പറയും. ഡെൽറ്റ മൈനസിൽ വന്നിട്ട് നമ്മൾ എന്ന് പറയും സെല്ലേഴ്സ് ഡോമിനന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം. അപ്പൊ ചുരുക്കി പറയുമ്പോൾ നിങ്ങൾ കണ്ടോ, ഈ ക്യാൻഡിലിൽ നമ്മൾ പച്ച ക്യാൻഡിൽ ഡെൽറ്റ പ്ലസ് ആണ്, ഈ ക്യാൻഡിൽ ചുവന്ന ക്യാൻഡിൽ ഡെൽറ്റ മൈനസ് ആണ്, ഈ ക്യാൻഡിൽ പച്ച ഡെൽറ്റ പ്ലസ്, ഈ ക്യാൻഡിൽ പച്ച സീരീസ് ഈ ക്യാൻഡിൽ പച്ച ക്യാൻഡിൽ ആയിട്ട് കൂടി കാരണം ഇവിടെ നടുക്ക് ഈ പച്ച കളർ കാണുന്നുള്ളൂ, ഈ പച്ച ക്യാൻഡിൽ ആയിട്ട് കൂടി ഇവിടെ ഡെൽറ്റ എത്രയാണ് നമുക്ക് കാണുന്നത്? ഡെൽറ്റ മൈനസ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഡെൽറ്റ എന്നാണ് ഈ ക്യാൻഡിൽ പച്ചയായിട്ട് കൂടി അതിൽ സെല്ലിംഗ് ഒന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞ കളർ ഓഫ് എ ക്യാൻഡിൽ ഡസൻ ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് എ ബൈയിങ് ഓർ സെല്ലിംഗ്. അത് നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തോളുക. ഒരിക്കലും കളറ്, ഒരു ക്യാൻഡിലിൽ ഉണ്ടാവുന്ന കളറ് ബയർ ആണോ സെല്ലർ ആണോ എന്ന് ഒരിക്കലും നിങ്ങൾ പറയില്ല, തെറ്റായ ഒരു ധാരണ മാത്രമാണ്. സോ ക്യാൻഡിലിലെ കളർ കണ്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് പണി നല്ല പാലും വെള്ളത്തിൽ കിട്ടും. സോ അതുകൊണ്ട് ക്യാൻഡിലിന്റെ കളർ കണ്ട് ഒരിക്കലും കിട്ടില്ല ബൈയിങ്ങുള്ള ക്യാൻഡിലാണെന്ന് പറയാൻ പാടില്ല. ഇവിടെ നമ്മൾ എന്താണ്, ആ ഭാഗത്ത് നമ്മൾ എന്ത് പോയി നോക്കണം? ഡെൽറ്റ എന്നൊരു ഫിഗർ നിങ്ങൾ പ്ലസ് കണ്ടാൽ പറയുക ദിസ് ഈസ് എ ബൈയിങ് ക്യാൻഡിൽ. ഇവിടെ ഡെൽറ്റ നിങ്ങൾ മൈനസ് കാണെങ്കിൽ പറയുക ദാറ്റ് ഈസ് എ ബയർ ക്യാൻഡിൽ ആണെങ്കിൽ എന്നെ സംബന്ധിച്ച് എന്താണ്, ഇറ്റ് ഈസ് എ നെഗറ്റീവ് ക്യാൻഡിൽ, സെല്ലിംഗ് ക്യാൻഡിൽ ഫോർ മീ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ ഓർത്തോളൂ. സോ ഡെൽറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, ഡെൽറ്റ പ്ലസ് ആണെങ്കിൽ അതിലൊരു ബൈയിങ് വരുന്ന ഒരു അഗ്രസീവായിട്ട് ഒരു ബൈയിങ് നടക്കുന്ന ഒരു ക്യാൻഡിലാണ്. ഡെൽറ്റ സെൽ എന്ന് പറയുമ്പോൾ സെല്ലിംഗ് ഉള്ള ക്യാൻഡിലാണ്, അതായത് ക്യാൻഡിൽ പച്ച കളർ ആയിട്ട് കൂടി ആ ക്യാൻഡിൽ സെലർ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പം ഡെൽറ്റയാണ് നമ്മൾ എന്താണ് ബൈയിങ് അല്ലെങ്കിൽ സെല്ലിങ്ങിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് ക്ലിയർ ആക്കുന്നത്. സോ ഡെൽറ്റയെ കുറിച്ച് ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇനി വരാൻ പോകുന്ന ഒരു കാര്യം ഡെൽറ്റ ഡൈവേർജൻസ്. അതായത് ഞാൻ പറഞ്ഞു ക്യാൻഡിലിന്റെ കളർ പച്ചയാണ്, ഡെൽറ്റയുടെ കളർ മൈനസ് ആണ്. ഇതിനെ പറയുന്ന പിന്നെ ഡൈവേർജൻസ്. അതായത്
ഒരു വീട്ടിൽ ഇരട്ട കുട്ടികൾ ഉണ്ടായിട്ട് കൂടി രണ്ടുപേർക്കും രണ്ട് സ്വഭാവം എന്ന് പറയുന്ന ആൾക്കാർ പറയാറുണ്ടോ? അയ്യോ അവൻ ഭയങ്കര ദേഷ്യക്കാരൻ, മറ്റവൻ ഭയങ്കര പഞ്ചപാവം എന്ന് പറയും. ഇങ്ങനെ ഒരു നിങ്ങൾ കണ്ടില്ലേ? ഇതിനെ പറയുന്ന പേര് ഡെൽറ്റ ഡൈവേർജൻസ് എന്ന് പച്ച മലയാളത്തിൽ നമ്മളെ ഭാഷയിൽ പറയാം ഡെൽറ്റ ഡൈവേർജൻസ് പറയും. എന്താണ്? അതായത് കാഞ്ഞില്ല കളർ പ്ലസ് പച്ച കളർ ആണെങ്കിൽ കൂടി പ്ലസ്, പക്ഷേ ഡെൽറ്റ വന്നേക്കുന്നത് പച്ച എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ബൈയിങ് ക്യാൻഡിൽ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇവിടെ ഡെൽറ്റ എന്ത് വന്നേക്കുന്നു -63. ആ മൈനസ് ഇത് കണ്ടോ നിങ്ങൾ, -63 പറഞ്ഞ ലെവൽ വന്നേക്കുന്നത്. അർത്ഥമാണ് ക്യാൻഡിലെ കളർ പച്ചയായിട്ട് കൂടി ഡെൽറ്റ മൈനസ് വന്നു. ഇങ്ങനെ ഒരു സ്ഥിതിനെ പറഞ്ഞപ്പോഴാണ് ഡെൽറ്റ ഡൈവർജൻസ്. ഡെൽറ്റ മാറി ഒന്ന് ചിന്തിക്കുന്നു, ക്യാൻഡിലെ കളർ പച്ചയായിട്ട് കൂടി നെറ്റ് ബൈ മൈനസ് നെറ്റ് സെൽ എന്ന് പറയുന്ന ഫിഗർ പ്ലസിന് പകരം ഇവിടെ എന്ത് വന്നേക്കുന്നു, ഈ ഒരു ക്യാൻഡിലെ ഭാഗത്ത് -63 വന്നേക്കുന്നു. ഇതിനെ പറഞ്ഞ പേരാണ് ഡെൽറ്റ ഡൈവർജൻസ്. ഈ ഡെൽറ്റ ഡൈവർജന്റ് ചെയ്ത് തരുന്നത് അപ്പൊ അതായത് ഡെൽറ്റ പ്ലസ് വരുന്ന സ്ഥാനത്ത് അവിടെ മൈനസ് വന്നേക്കുന്നു. ഇതിനെ പറഞ്ഞ പേരാണ് ഡെൽറ്റ ഡൈവർജൻസ്. നിങ്ങൾ നോക്ക് ഈ ക്യാൻഡില് ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ചില സമയത്ത് നിങ്ങൾക്ക് മൈനസ് ക്യാൻഡിൽ വന്നെങ്കിൽ കൂടി അവിടെ ഡെൽറ്റ പ്ലസ് വരാറുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ചില സമയത്ത് അങ്ങനെയൊക്കെ വരാറുണ്ട്. സോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടാറില്ല. സീരിയസ് ഇവിടെ കണ്ട ക്യാനിലെ കളറ് ചുവപ്പാണ്. ഈ നടുക്ക് കാണുന്നതാണ് ക്യാനിലെ കളർ. ഈ ക്യാനിലെ കളർ ചുവപ്പാണ്. ഇവിടെ നിങ്ങൾ നോക്ക് 405 ഡെൽറ്റ പ്ലസ് കാണുന്നു. ഇവിടെ ഡെൽറ്റ ഡൈവർജൻ അല്ലേ? ക്യാനിലെ കളർ മൈനസ് ആവണ ചുവപ്പാവണ സമയത്ത് ഡെൽറ്റയും മൈനസ് വരണം. അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട് എല്ലാവരും പഠിച്ചു വെച്ചിരിക്കണത്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്, ഇവിടെ ക്യാനിലെ കളർ മൈനസ് ആയിട്ട് കൂടി ചുവന്ന കളർ ആയിട്ട് കൂടി ഡെൽറ്റ എന്ത് വന്നേക്കുന്നു, ഡെൽറ്റ പ്ലസ് വന്നേക്കുന്നു. സോ ഡൈവർജൻസ്. രണ്ട് തരം ഡൈവർജൻസ് ഉണ്ട്. നമ്മളെ പറയും ഡെൽറ്റ ഡൈവർജന്റ് വന്നു. നമുക്ക് പറയാം ബുള്ളിഷ് ഡൈവർജൻസും ബെയറിഷ് ഡൈവർജൻസും. എന്താണ് ബുള്ളിഷ് ഡൈവർജൻസ്? ഇത് കണ്ടോ, ക്യാനിലെ പ്രൈസ് എന്താണ്, ക്യാൻഡിലിന്റെ പ്രൈസ് മൈനസ് ആയിട്ട് കൂടി ക്യാൻഡിലെ കളർ ചുവന്ന ക്യാൻഡിലിന്റെ കളറില് നിങ്ങൾ പ്ലസ് ഡെൽറ്റ വന്നെങ്കിൽ ഇതിനെ പറയും ബുള്ളിഷ് ഡെൽറ്റ ഡൈവർജൻസ്. പച്ച മലയാളത്തിൽ പറഞ്ഞ ചുവന്ന ക്യാൻഡിലില് പ്ലസ് ഡെൽറ്റ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറയും ബുള്ളിഷ് ഡെൽറ്റ ഡൈവർജൻസും. അതേ സമയത്ത് ഇതേപോലെ നമ്മൾ എന്ത് പറയും, പച്ച ക്യാൻഡിലിനകത്ത് പച്ച ക്യാൻഡിൽ നമ്മൾ പറയും പച്ച ക്യാൻഡിലിനകത്ത് ഡെൽറ്റ മൈനസ് കണ്ട പച്ച ക്യാൻഡിലാണ്. പച്ച ക്യാൻഡിലിനകത്ത് ഡെൽറ്റ മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറയും ബെയറിഷ് ഡെൽറ്റ ഡൈവർജൻസ്. സോ എന്താണ് ബുള്ളിഷ്? ചുവന്ന ക്യാൻഡിലില് പ്ലസ് ഡെൽറ്റ. എന്താണ് ബെയറിഷ് ഡെൽറ്റ ഡൈവർജൻസ്? പച്ച ക്യാൻഡിലില് ചുവന്ന ഡെൽറ്റ, അതായത് മൈനസ് ഡെൽറ്റ. ഇതിനെ പറഞ്ഞപ്പോൾ ഡെൽറ്റ ഡൈവർജൻസ്. ഈ ഡെൽറ്റ ഡൈവർജൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ലേ നമ്മളെ എന്റെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ ബുള്ളിഷും ബെയറിഷും റെഫറൻസ് പറയും. സോ ഈ ബുള്ളിഷ് റെഫറൻസ് ലെവലിൽ ഇത് നമ്മൾ എന്താ പറയുക, ബുള്ളിഷ് റെഫറൻസ് ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നമ്മൾ ബൈ എടുക്കും. നമ്മുടെ ടാർഗറ്റ് R1 ആൻഡ് R2. ആ ബുള്ളിഷ് റെഫറൻസിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് നമ്മൾ ഒരു മൈനസ് ഡെൽറ്റ വരെയാണ്. അപ്പോൾ നമ്മൾ ഓർത്തോളാം ദിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ടു ടേക്ക് എ റിവേഴ്സൽ ട്രേഡ്. സോ ഡെൽറ്റ ഡൈവർജൻസ് എന്താണ്, ഡെൽറ്റ ഡൈവർജൻസിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ എല്ലാവരും ഈ വീഡിയോ കാണുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.